ഹായ്, നമുക്ക് വേർഡിൽ എങ്ങനെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാന്നുള്ള കാര്യം നോക്കാം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ബാക്കിയുള്ള കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ വേർഡിൽ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. ടേബിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ? ടേബിൾ എന്ന് വെച്ചാൽ എന്താ? കുറേ കോളംസ് റോസും ഒക്കെ ചേർന്നതിനാണ് നമ്മളൊരു ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നതാണ് ഇൻസെർട്ട് മെനുവിൽ ടേബിൾ എന്നുള്ളൊരു ഓപ്ഷൻ. ടേബിളിൽ 3 രീതിയിൽ നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ഇതാ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാം കുറേ കോളംസ്. ഇതൊരു രീതി. അടുത്തതാണ് ഇൻസെർട്ട് ടേബിൾ, അടുത്തതാണ് ഡ്രോ ടേബിൾ. ഓക്കെ, നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇൻസെർട്ട് ടേബിൾ എന്നുള്ള ഒരു ഓപ്ഷനാണ്. ഇൻസെർട്ട് ടേബിൾ എടുത്ത് നമുക്ക് നോക്കാം. ഇൻസെർട്ട് ടേബിൾ എടുത്തു കഴിഞ്ഞാൽ ഡ്രോ ടേബിൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഓരോന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കേണ്ടി വരും. ഡ്രോ ടേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇങ്ങനെ വരച്ച് കൊടുക്കേണ്ടതായിട്ട് വരും. കോളംസ് റോസ് ഒക്കെ നമ്മൾ വരച്ചു കൊടുക്കണം. അതേസമയം നമുക്ക് എപ്പോഴും എളുപ്പം ഇൻസെർട്ട് മെനുവിൽ ടേബിൾ എന്നുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസെർട്ട് ടേബിൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്പർ ഓഫ് കോളംസ്, നമ്പർ ഓഫ് റോസ് എന്ന് പറഞ്ഞൊരു ഡയലോഗ് ബോക്സ് വന്നിരിക്കുന്നത് കാണാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നത് നമ്പർ ഓഫ് കോളംസ് എന്നുള്ളത് ഒരു 6ഉം നമ്പർ ഓഫ് റോസ് എന്നുള്ളത് ഒരു 3യുമാണ്. എന്നിട്ട് ഞാൻ ഓക്കെ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കും. കണ്ടോ, ഇപ്പൊ നമുക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള കോളത്തിനും റോയ്ക്കും അനുസരിച്ചൊരു ടേബിള് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെ കുറച്ച് വലുതാക്കും. അതാ ഇവിടെ പിടിച്ചിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ടേബിൾ നമുക്ക് വലുതാക്കാനായിട്ട് പറ്റും. ഇനി ഇതിനെ എങ്ങോട്ടെങ്കിലും ഒന്ന് നീക്കി വെക്കണമെങ്കിൽ ഇതാ ഇവിടെ കാണുന്ന ഈ ഒരു ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും നീക്കി വെക്കാം. ഡ്രാഗ് ചെയ്തങ്ങ് വലിച്ചു വെച്ചാൽ മതി. ഇനി ഞാനിവിടെ ഇപ്പൊ കഴ്സർ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് അല്ലെ? അങ്ങനെ കാണുന്ന ഈ ഓരോ ഇതിനെ നമ്മൾ പറയുന്നതാണ് എന്ത്? ഇങ്ങനെ ഓരോ താഴത്തേക്ക് വരയ്ക്കുന്നതിന് നമ്മൾ പറയുന്നതാണ് കോളംസ് എന്നും നേരെ വരയ്ക്കുന്നതിന് പറയുന്നതാണ് റോസ് എന്നും. ഇനി ആ കോളം റോയും കൂടി ചേരുന്ന ഓരോ പോയിന്റിന് നമ്മൾ പറയുന്നതോ സെൽ. അതായത് ഇന്റർസെക്ഷൻ ഓഫ് എ കോളം ആൻഡ് റോ ആർ നോൺ ആസ് സെൽ. ചെറിയ ചെറിയ ബോക്സ് പോലെ അല്ലെ നമ്മൾ എൻ്റർ ചെയ്യുന്ന സ്ഥലം, അതിന് നമ്മൾ പറയുന്നതാണ് സെൽ. ഓക്കെ, ഇനി ഈ കഴ്സർ ഇരിക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്യാണ് രജിസ്റ്റർ നമ്പർ. രജിസ്റ്റർ നമ്പർ എന്ന് പറഞ്ഞ് ഞാൻ ടൈപ്പ് ചെയ്തു. എന്താ സംഭവിച്ചേ? ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ അവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഒരു സെല്ലിനുള്ളിൽ തന്നെ മൾട്ടിപ്പിൾ ലൈനായിട്ട് വന്നു. എനിക്ക് അങ്ങനെയല്ലായിരുന്നു വരേണ്ടത്. ഈ ഒരൊറ്റ സെല്ലിനുള്ളിൽ നേരെ തന്നെ വരണം. അങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ ഈ കോളം ഞാൻ ഇങ്ങനെ ഒന്ന് നീട്ടിക്കൊടുക്കും. അത് വലുതായത് കണ്ടോ? അപ്പൊ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒതുങ്ങി നിൽക്കും. ഇനി അതല്ല, എനിക്ക് ഈ ഒരൊറ്റ സെല്ലായിട്ട് വരണം. അതായത് ആ 2 കോളവും തമ്മിൽ മെർജ് ചെയ്ത് ഒന്നായി വരണം. അതിനെ നമ്മൾ പറയുന്നതാണ് മെർജ് സെൽസ്. ഇതാ ഇവിടെ ടേബിൾ എടുക്കുമ്പോൾ തന്നെ ടേബിൾ ടൂൾസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ടൈറ്റിൽ ബാറിൽ ഒരു ഐക്കൺ കാണാൻ സാധിക്കും. ആ ഭാഗത്തിൽ ലേഔട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്തതിന് ശേഷം മെർജ് സെൽസിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരൊറ്റ സെല്ലായിട്ട് അത് വരും. ഇനി ഇത് നമുക്ക് ഒന്ന് സെൻട്രലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇതാ ഇവിടെ കുറെ അലൈൻമെന്റ് ഓപ്ഷൻ നമുക്ക് കാണാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ് ലെഫ്റ്റ്, സെന്റർ, റൈറ്റ് എന്നൊക്കെ പറഞ്ഞു. ഇതിൽ ഞാൻ സെന്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെന്ററിലേക്ക് വരും. കണ്ടോ? ഇനി ഞാൻ ഇങ്ങനെ ചെയ്തു പോയി. അപ്പൊ രജിസ്റ്റർ നമ്പർ എനിക്ക് ഇവിടെ ഞാൻ 125 ടൈപ്പ് ചെയ്തു, താഴെ 126 ടൈപ്പ് ചെയ്തു. ഇനിയുണ്ട് എനിക്ക് രജിസ്റ്റർ നമ്പർ. അങ്ങനെയുള്ളപ്പോൾ ഇവിടെ വെച്ചിട്ട് അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ട്, ഒന്നില്ലെങ്കിൽ ഈ കോളത്തിൽ അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും വെച്ചതിന് ശേഷം താഴത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മളതിന് റോ എന്നാ പറയുന്നത് അല്ലെ? താഴത്തേക്ക് റോ വരുന്നതിന് വേണ്ടിയിട്ട് ബിലോ, അല്ലെങ്കിൽ മുകളിൽ വരുന്നതിന് വേണ്ടി എബോ. എനിക്ക് താഴെ വരണം, അതിന് ഞാൻ ബിലോ കൊടുത്തു. താഴത്തേക്ക് നമുക്കൊരു റോ വരും. അതുപോലെ തന്നെ നമുക്ക് ഇനി ഇതിന്റെ ഇപ്പുറത്തേക്ക് ഒരു കോളം വന്നെന്നുണ്ടെങ്കിലോ റൈറ്റ്, ഇൻസെർട്ട് റൈറ്റ് കൊടുത്തു, ഒരു കോളം വന്നു. ഇങ്ങനെയാണ് ഒരു ടേബിളിലെ കോളംസ് റോസും ഇൻസെർട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അടുത്തത് എനിക്ക് ഈ ടേബിൾ ഒന്ന് ഫുൾ ഡിസൈൻ ചെയ്യണം, ഒരു കളറൊക്കെ കൊടുക്കണം. അപ്പൊ നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് ടെക്സ്റ്റിന്റെ ഒക്കെ സൈസും സ്റ്റൈലും ഒക്കെ മാറ്റാം അല്ലെ? നമുക്കറിയാം, നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് ഹോം മെനുവിൽ വന്നിട്ട് ഫോണ്ട്, സൈസ്, സ്റ്റൈൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റുന്നത്. എനിക്കിപ്പോൾ ഈ ടേബിൾ ഫുൾ ഡിസൈൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ടേബിൾ സെലക്ട് ചെയ്തു. ഇവിടെ ടേബിൾ ടൂൾസിന്റെ ഡിസൈൻ എന്നുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടായിരിക്കും. ആ ഡിസൈൻ ഞാൻ സെലക്ട് ചെയ്തു. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ പല ടൈപ്സിലുള്ള ഡിസൈൻസ് നമ്മുടെ ടേബിളിന് വരും. നമുക്ക് വേണ്ടത് ഏതാണോ അത് ഒരെണ്ണം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു ഡിസൈൻ സെലക്ട് ചെയ്ത് കൊടുത്തു.
നമ്മളുടെ ടേബിളിന് അനുസരിച്ചിട്ടുള്ള ഡിസൈൻ വന്നു. ഇനി ഞാൻ ഇവിടെ സെലക്ട് ചെയ്തു, വീണ്ടും ഞാൻ ലേഔട്ടിൽ വന്നു, എനിക്ക് താഴത്തേക്ക് റോ വന്നും ബിലോ കൊടുക്കും കേട്ടോ. അതിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ ഡിസൈൻ മാറി മാറി വന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇൻസെർട്ട് മെനുവിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇൻസെർട്ട് ടേബിൾ. ഇനി ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ ചെയ്താൽ മാത്രം പോരാ. ടേബിൾ വെച്ചിട്ട് സാധാരണ നമ്മൾ ടോട്ടൽ പെർസെൻറ്റേജ് ഒക്കെ കാണാനാണ് ഈ ടേബിൾ കൂടുതൽ അല്ലേ. എനിക്ക് ഇത്രയും ഇതിന്റെ ടോട്ടൽ ഇവിടെ ഒന്ന് കാണണം എന്ന് വിചാരിക്കുക. അതിനു വേണ്ടി ഞാൻ ഇവിടെ കഴ്സർ വെച്ചതിന് ശേഷം നമ്മളുടെ ടേബിൾ ടൂൾസിന്റെ ലേഔട്ടിൽ ഫോർമുല എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ വരും. ഫോർമുല സെലക്ട് ചെയ്തു. ഇവിടെ നമുക്കൊരു ഡയലോഗ് ബോക്സ് വന്നിട്ടുണ്ട്. ഇവിടെ കാണാം ഈക്വൽ ടു സം ലെഫ്റ്റ് എന്ന് പറഞ്ഞ ഇക്വേഷൻ വന്നിരിക്കുന്നത്. ടോട്ടൽ കാണാൻ ശരിക്കും നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ഈക്വൽ ടു സം. ബ്രാക്കറ്റിൽ ലെഫ്റ്റ് അല്ലെ. ലെഫ്റ്റ് എന്ന് വെച്ചാൽ ലെഫ്റ്റിൽ നിന്നുള്ള വാല്യൂ ആണ് ആഡ് ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലെ. ലെഫ്റ്റിൽ നിന്നുള്ള വാല്യൂ അല്ലേ നമുക്ക് ആഡ് ചെയ്യേണ്ടത്, 125 എന്നുള്ളത്. അപ്പോൾ ഈക്വൽ ടു സം ലെഫ്റ്റ് എന്ന് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. കണ്ടോ 500 എന്ന് വരും. ഇനി അതല്ല ലെഫ്റ്റ് അവിടെ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെയും കൊടുക്കാം. ഫോർമുല എടുക്കുക. ഇതിപ്പോ അവിടെ ചിലപ്പോൾ ഇവിടെ ഒരു രജിസ്റ്റർ നമ്പർ ഉണ്ടെങ്കിൽ, ഇതിന് ഫ്രണ്ടിൽ എവിടെയെങ്കിലും ഒരു രജിസ്റ്റർ നമ്പർ ഉണ്ടെങ്കിൽ ഞാൻ 125 പകരം ഇവിടെ രജിസ്റ്റർ നമ്പർ കിടക്കുക. അപ്പൊ ഞാൻ എല്ലാം കൂടി നോക്കിയിട്ട് ഈക്വൽ ടു സം ലെഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ രജിസ്റ്റർ നമ്പറും കൂടി അതിന്റെ കൂടെ ആഡ് ആവും. അപ്പൊ അങ്ങനെ ആഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മാർക്കും ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുത്താലും മതി. 125 പ്ലസ് 125 അങ്ങനെ എൻ്റർ ചെയ്ത് കൊടുത്താലും മതിയാവും. കണ്ടോ. ഇനി നമുക്ക് പെർസെൻറ്റേജ് കാണണമെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ അടുത്ത കോളത്തിൽ വയ്ക്കുക, ഫോർമുല എടുക്കുക. ഇവിടെ ഈക്വൽ ടു സം അപ്പൊ വേണ്ട. എന്തുകൊണ്ടാ? നമ്മൾ പെർസെൻറ്റേജാ കാണുന്നത്. അപ്പൊ നമ്മൾ കാണേണ്ടത് നമുക്ക് കിട്ടിയ മാർക്ക് ഡിവൈഡഡ് ബൈ ഗ്രാൻഡ് ടോട്ടൽ ഇൻറ്റു 100. ഇപ്പൊ ഇവിടെ ഗ്രാൻഡ് ടോട്ടൽ എത്രയെന്ന് നമുക്ക് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ ഓരോ സബ്ജക്റ്റും ഒരു 200 എന്നാണ് വിചാരിച്ചെടുക്കുക, അല്ലെങ്കിൽ ഒരു 150. കാരണം 150 കൂടുതൽ മാർക്കൊന്നും ഇവിടെ ആർക്കും കിട്ടിയിട്ടില്ല. അപ്പൊ ഞാനൊരു ഓരോ സബ്ജക്റ്റ് 200 എന്നാണ് വിചാരിക്കുക. അപ്പോൾ 200, 400, 600, 700, 800 അല്ലേ. ഞാനിവിടെ 800 നോക്കും ഇൻറ്റു 100. ഓക്കെ, അതിൻ്റെ പെർസെൻറ്റേജ് അവിടെ വരുന്നുണ്ടോ. ഇങ്ങനെയാണ് നമ്മളൊരു ടേബിളിൽ എന്ത് ചെയ്യുന്നത്, ഒരു ടേബിളിൽ എങ്ങനെ ടോട്ടൽ എന്നും പെർസെൻറ്റേജും കാണുക എന്നുള്ളത് പഠിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് പറഞ്ഞു ഇത് സെന്ററിലേക്ക് ആക്കാണ്. സെലക്ട് ചെയ്യാം, നമ്മുടെ ഇഷ്ടം പോലെ സെന്ററിലേക്ക് മാറ്റാം. കണ്ടോ. പിന്നെ ടെക്സ്റ്റിന്റെ ഡയറക്ഷൻ ഒക്കെ, ടേബിൾ ടൈപ്പ് ചെയ്യുന്ന ഡയറക്ഷൻ ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ടെക്സ്റ്റ് ഡയറക്ഷൻ ഉള്ള ഒരു ഓപ്ഷൻ വെച്ചിട്ട്. ഇനിയിപ്പോൾ എനിക്ക് ഈ ഒരു റോ വേണ്ടെന്ന് വിചാരിക്കാം. ഇവിടെ വെച്ചിട്ട് ഡിലീറ്റില് റോ കൊടുക്കുക. ഡിലീറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. റോ കൊടുത്തതിന് ആ റോ ഡിലീറ്റ് ആവും. അതുപോലെ ഈ രജിസ്റ്റർ നമ്പർ എഴുതിയിരിക്കുന്ന ആ റോ വേണ്ട, ഡിലീറ്റ് ചെയ്യാം, റോ കൊടുക്കുക. കണ്ടോ. ഇങ്ങനെയാണ് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ടേബിൾ ഫുള്ളായിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ടേബിളിൽ എവിടെയെങ്കിലും വെക്കുക, ഡിലീറ്റില് ടേബിൾ കൊടുക്കുക. കണ്ടോ, ടേബിൾ ഫുള്ളും ഡിലീറ്റ് ആയി. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇൻസെർട്ട് മെനുവിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു വേർഡിൽ എങ്ങനെ ടേബിൾ ക്രിയേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 രീതിയിൽ നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ഇത് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻസെർട്ട് ടേബിൾ ആൻഡ് ഡ്രോ ടേബിൾ. ഓക്കെ, ഇനി അടുത്തതാണ് എങ്ങനെ നമ്മുടെ വേർഡ് വിൻഡോയിൽ ഒരു ഒരു പിക്ചർ ഇൻസെർട്ട് ചെയ്യാം എന്നുള്ളത്. പിക്ചർ ഇൻസെർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പിക്ചർ ഇൻസെർട്ട് മെനുവിൽ പിക്ചർ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. പിക്ചറിൽ ഇപ്പൊ നമ്മുടെ സിസ്റ്റത്തിൽ കുറച്ച് ഇമേജസ് കാണും. അത് ഏതാണെന്ന് വെച്ചാൽ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഇൻസെർട്ടിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ ആ ഇമേജ് നേരെ അങ്ങോട്ട് വരും. കണ്ടോ. ഇതിപ്പോ എനിക്കൊന്ന് നീക്കണം, ഞാൻ എത്ര വലിച്ചാലും ഇത് നീങ്ങില്ല. ഇത് നീങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടെ റാപ്പ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. റാപ്പ് ടെക്സ്റ്റില് ടൈറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക. അത് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ പേജിൽ നിന്ന് നമ്മുടെ ഇമേജിനെ എങ്ങോട്ട് വേണമെങ്കിലും നീക്കാം. കണ്ടോ. അതുപോലെ ഇതിനെ ചെറുതാക്കാം. റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന്റെ ഡിസൈൻ ഒന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ പല രീതിയിലേക്ക് നമ്മുടെ ഇമേജിന്റെ ഓപ്ഷൻസ് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. കണ്ടോ. അതിന്റെ സ്റ്റൈൽസ് നമുക്ക് മാറ്റി കൊടുക്കാം. ഞാനൊരു സ്റ്റൈൽ അപ്ലൈ ചെയ്തു. ഇനി ഇവിടെ വെച്ചുകൊണ്ട് തന്നെ ഇതിന്റെ കളർ ഒന്ന് ചെയ്തത്, അവിടെ കളർ എന്ന് പറഞ്ഞിട്ട് പല സ്റ്റൈലുകളിൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ഒരെണ്ണം സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ പിക്ചർ ബോർഡർ, ഇപ്പൊ നമ്മൾ ഇവിടെയുള്ള സ്റ്റൈലുകൾ എടുത്തേ, നമുക്ക് വേറെ വേണമെന്നുണ്ടെങ്കിൽ
പിക്ചർ ബോർഡർ എടുക്കുക. ഇവിടെ പല ടൈപ്സ് കളേഴ്സ് ഉണ്ട്, അത് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചേഞ്ച് പിക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ചേഞ്ച് പിക്ചർ എടുക്കുക. വേറൊരു ഇമേജ് ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറൊരു ഇമേജ്, ഇതിപ്പോൾ വേറൊരു ഇമേജ് ആണ് ഞാൻ സെലക്ട് ചെയ്ത് ഇൻസേർട്ട് ചെയ്തു. കണ്ടോ, ഇമേജ് മാറി വരും. ഓക്കെ, ഇത് പഴയപടി വരാൻ Ctrl+Z, കീബോർഡിൽ Ctrl+Z യൂസ് ചെയ്യുക, അതായത് അൺഡു എന്ന് പറയും. ഇനി ഈ ഇമേജ് എനിക്കൊന്ന് ഈ ഒരു സ്റ്റേജിൽ ഞാൻ കൊടുത്തു, എനിക്കൊന്ന് ക്രോപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ക്രോപ്പ് എന്നുള്ള ഓപ്ഷൻ. സെലക്ട് ചെയ്യാം, ഇമേജ് നമുക്ക് എന്തോരം വേണം അത്രയും സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് മാറ്റി ക്ലിക്ക് ചെയ്യാം. കണ്ടോ, ഇമേജ് ക്രോപ്പ് ആവും. ക്രോപ്പ് ഇമേജ് ക്രോപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഇമേജ് ഇൻസെർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസെർട്ട് മെനുവിൽ പിക്ചർ എടുക്കുക, സെലക്ട് ചെയ്യുക, ജസ്റ്റ് ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഇമേജ് ഇങ്ങനെ വരുമ്പോൾ തന്നെ ഇവിടെ പിക്ചർ ടൂൾസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അതിൻ്റെ ഫോർമാറ്റിൽ പല സ്റ്റൈൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ടൈപ്പ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഞാനിനി കുറേ എനിക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനിത് ജസ്റ്റ് സെലക്ട് ചെയ്ത് ഈ ഇമേജ് ഞാൻ ഡിലീറ്റ് ചെയ്യുവാണേ. ഞാൻ ഇത് ജസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം കോപ്പി കൊടുക്കുക. സെയിം തന്നെ എനിക്കിന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റാത്തത് ജസ്റ്റ് കോപ്പി ക്ലിക്ക് ചെയ്തു, എന്നിട്ട് കഴ്സർ വെച്ചു പേസ്റ്റിൽ ക്ലിക്ക് ചെയ്യാം. കണ്ടോ, നമ്മൾ ആ കൊടുത്ത് ടൈപ്പ് ചെയ്തത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരും. കോപ്പി പേസ്റ്റ് എന്നാ പറയുന്നത്. നമുക്ക് വേണ്ടത് ഏതാണ്, ഒരു പാരഗ്രാഫോ എവിടെയെങ്കിലും നമ്മുടെ ഡോക്യുമെന്റിൽ ഏതെങ്കിലും ഒരു പാരഗ്രാഫ് കിടക്കുന്നുണ്ടെങ്കിൽ ആ ഡോക്യുമെന്റ് ടൈപ്പ് ചെയ്യാതെ നമുക്ക് ഇതിന് ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഞാനപ്പോൾ അങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചു. ഇനി ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇമേജ് ഇൻസെർട്ട് ചെയ്യാൻ പോകും. ഇൻസെർട്ടിൽ ക്ലിക്ക് ചെയ്തു, പിക്ചർ എടുത്തു, പിക്ചറിൽ ഇമേജ് സെലക്ട് ചെയ്തു, ഇൻസെർട്ട് ചെയ്തു. ഇതാ ഇമേജ് വന്നു. ആ ഇമേജ് തന്നെ ഞാൻ സെലക്ട് ചെയ്തു, ഞാൻ ചെറുതാക്കി. ഇതിപ്പോൾ ഉദ്ദേശിക്കുന്നിടത്തേക്ക് നീങ്ങൂല. എന്ത് ചെയ്താൽ മതി എന്നാ പറഞ്ഞേ, wrap ടെക്സ്റ്റ് എടുക്കുക, wrap ടെക്സ്റ്റിൽ ടൈറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം ഇതിങ്ങനെ നീക്കി വെച്ചാൽ മതി. ഉണ്ടോ, അപ്പോൾ ഇമേജിൻ്റെ ഇടയിലോ എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് കൊണ്ടുവയ്ക്കാം. അതുപോലെ തന്നെ wrap ടെക്സ്റ്റിൽ ബിഹൈൻഡ് ടെക്സ്റ്റ് ഉണ്ട്, ടെക്സ്റ്റിന്റെ ബാക്കിൽ പോകും. ഇൻ ഫ്രണ്ട് ഓഫ് ടെക്സ്റ്റ് ഉണ്ട്, ടെക്സ്റ്റിന്റെ ഫ്രണ്ടിൽ വരും. അങ്ങനെ ഏത് ഓപ്ഷനാണോ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം. അത് ഡിലീറ്റ് ചെയ്തു. സെയിം അതിൽ തന്നെയുള്ള അടുത്ത ഓപ്ഷനാണ് ഇൻസെർട്ടിൽ ക്ലിപ്പ് ആർട്ട്. ക്ലിപ്പ് ആർട്ട് എന്ന് വെച്ചാൽ നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ അതവിടെ സെർച്ച് ഫോർ കാർട്ടൂൺസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്ത് വേണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഗോ. നമ്മുടെ സിസ്റ്റത്തിൽ കുറച്ച് ഇമേജസുകൾ കാർട്ടൂൺസിൻ്റെതൊക്കെ ഉണ്ടായിരിക്കും, നെറ്റ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ. ഇതിൽ കുറച്ച് കാർട്ടൂൺസ് വന്നിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. നമ്മൾ ആദ്യമേ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതിൽ അപ്ലൈ ചെയ്യാം. നീക്കി വെക്കുന്നതിന് വേണ്ടിയിട്ട് wrap ടെക്സ്റ്റിൽ ടൈറ്റ് കൊടുക്കുക, അതുപോലെ തന്നെ ഡിസൈൻസുകൾ മാറ്റി കൊടുക്കുക, ബോർഡർ മാറ്റി കൊടുക്കുക, ക്രോപ്പ് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിലും ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ നോക്കിയത് ഇൻസെർട്ടിൽ എങ്ങനെ ടേബിൾ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ പിക്ചർ രണ്ട് രീതിയിൽ ഇൻസെർട്ട് ചെയ്യാം, പിക്ചർ ആൻഡ് ക്ലിപ്പ് ആർട്ട്, അങ്ങനെ രണ്ട് രീതിയാണ് നോക്കിയത്. അടുത്തതാണ് ഷേപ്സ്. ഓട്ടോ ഷേപ്സ് ആൻഡ് ഡ്രോയിങ്സ് എന്നാണ് നമ്മളിതിനെ പറയുന്നത്. ഇതിൽ പല ടൈപ്സിലുള്ള ഷേപ്സുകൾ കാണാൻ പറ്റും. ഒരു ഫ്ലോ ചാർട്ട് ക്രിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഡ്രോയിങ്സ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ കുറേ ഷേപ്സുകളുണ്ട്. ഷേപ്പ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഷേപ്സ് എന്നുള്ള സെലക്ട് ചെയ്യുക. ഷേപ്പിൽ പല രീതിയിലുള്ള ഷേപ്പ് ഉണ്ട്. ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്ത് നമ്മളിങ്ങനെ വരച്ചു. അപ്പം തന്നെ ഇവിടെ പല രീതി വന്നു, കണ്ടോ, പല സ്റ്റൈൽ ഉണ്ട്, പല ഡിസൈൻസ് കൊടുക്കാം. ഒരെണ്ണം കൊടുത്തു. ഇനി എനിക്ക് താഴത്തേക്ക് ഒരു ആരോ വേണം. ഇവിടെ കാണുന്ന ഒരു മഞ്ഞ വന്നിരിക്കുന്നത് ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ, എങ്ങനെ വേണേലും ചേഞ്ച് ചെയ്യാം. എനിക്ക് താഴത്തേക്ക് ഒരു ആരോ വേണം. ഇവിടെ തന്നെ ഒരു ആരോ ഉണ്ട്, സെലക്ട് ചെയ്യാം. ഇത് എങ്ങനെയാണോ വേണ്ടത് അതുപോലെ, നേരെയാണെങ്കിൽ നേരെ, എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ച് നമ്മൾ വരച്ചു വന്നു. സെയിം ഈ ഷേപ്പ് തന്നെ താഴെ വന്നെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി എന്നാ പറഞ്ഞേ, നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, സെയിം ഒരു ഇമേജോ അല്ലെങ്കിൽ സെയിം ടൈപ്പ് ചെയ്തിരിക്കുന്ന പാരഗ്രാഫ് ഒക്കെ വരുന്നതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി എന്നാ പറഞ്ഞേ, ഓർക്കുന്നുണ്ടോ? കോപ്പി പേസ്റ്റ് അല്ലേ. കോപ്പി പേസ്റ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം ഹോമിൽ കോപ്പി പേസ്റ്റ്, അല്ലെങ്കിൽ നമുക്ക് ഷോർട്ട് കട്ട് ചെയ്യേണ്ടത് Ctrl+C ആണ് കോപ്പി. സെലക്ട് ചെയ്യാം, Ctrl+C കോപ്പി കൊടുക്കുക, കഴ്സർ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് Ctrl+V പേസ്റ്റ് ചെയ്യുക. കണ്ടോ, സെയിം അത് തന്നെ കോപ്പി വന്നു. ഇനി എനിക്ക് ആരോ വീണ്ടും വന്നും, ആരോ സെലക്ട് ചെയ്തു, കോപ്പി ചെയ്തു, താഴത്ത് ക്ലിക്ക് ചെയ്തു, പേസ്റ്റ് ചെയ്തു. കണ്ടോ, കോപ്പി പേസ്റ്റ്. ഇതാണ് കോപ്പി പേസ്റ്റ്.
അങ്ങനെ നമുക്ക് ഓരോന്ന് വരച്ചു പോകാം. ഇനി എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യാം, റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ആ ടെക്സ്റ്റ് കൊടുക്കുക, ഇതിൻ്റെ ഉള്ളിൽ ടൈപ്പ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ കളർ വേണ്ടാന്നുണ്ടെങ്കിൽ ഫോർമാറ്റ് എന്നുള്ള ഓപ്ഷനിൽ വരിക, ഇവിടെ ഷേപ്പ് ഫില്ലിൽ നോ ഫിൽ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, നോ ഫിൽ കൊടുക്കുക. അപ്പൊ ടെക്സ്റ്റിന്റെ കളർ മാറിപ്പോയി, ടെക്സ്റ്റ് അവിടെ വേറൊരു ബോക്സ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കണ്ടോ. ഇനി ഔട്ട്ലൈനും വേണ്ടാന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാം, ഫോർമാറ്റില് ഷേപ്പ് ഔട്ട്ലൈനിൽ നോ ഔട്ട്ലൈൻ കൊടുക്കുക, കണ്ടോ. അൺഡു ചെയ്താൽ മതി കേട്ടോ, അതൊക്കെ വീണ്ടും തിരിച്ചു വരും. കൺട്രോൾ ഇസെറ്റ് അൺഡു. അപ്പോ മനസ്സിലായല്ലോ. ഇന്ന് നമ്മൾ 3 കാര്യങ്ങളാണ് പഠിച്ചത്. ഏതൊക്കെയാണ്? ടേബിൾ ക്രിയേഷൻ, 4 ടേബിൾ, പിക്ചർ, ക്ലിപ്പാർട്ട് ആൻഡ് ഷേപ്സ്. ടേബിൾ നമുക്ക് 3 രീതിയിൽ നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ഏതൊക്കെയാണ്? ഇൻസെർട്ട് ടേബിൾ, ഡ്രോ ടേബിൾ. പിന്നെ ഇവിടെ ഇൻസെർട്ട് ടേബിൾ തന്നെ 2x1, 3x2 എന്നൊക്കെ പറഞ്ഞിട്ട്. അടുത്തത് പിക്ചർ ആൻഡ് ക്ലിപ്പാർട്ട്. ഇമേജിനെ വേർഡ് വിൻഡോയിലേക്ക് കൊണ്ടുവരുന്ന 2 രീതിയിൽ നമുക്ക് ഇമേജ് ഇൻസെർട്ട് ചെയ്യാം, പിക്ചർ ആൻഡ് ക്ലിപ്പാർട്ട്. പിക്ചർ എന്ന് പറഞ്ഞാൽ അതിൽ സേവ് ചെയ്തിട്ട് നമ്മുടെ സിസ്റ്റത്തിന്റെ ഡിയിൽ അല്ലെങ്കിൽ സിയിലൊക്കെ സേവ് ചെയ്തിരിക്കുന്ന ഇമേജിൽ ഇൻസെർട്ട് ചെയ്യാം, പിക്ചർ എന്നുള്ള ഓപ്ഷൻ വെച്ചിട്ട്. ക്ലിപ്പാർട്ട് എന്ന് വെച്ചാൽ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാം. അടുത്തതാണ് ഓട്ടോ ഷേപ്സ്. ഓട്ടോ ഷേപ്സ് ആൻഡ് ഡ്രോയിങ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഫ്ലോ ചാർട്ട് വരയ്ക്കുക, കാർട്ടൂൺസ് അങ്ങനെയുള്ളതൊക്കെ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഷേപ്സ്. പല രീതിയിലുള്ള ഷേപ്സ് ഉണ്ട് അതിനകത്ത്, അതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഇത്രയുമാണ് ഇന്ന് നമുക്ക് ജസ്റ്റ് പറയാനുള്ളത്. ഇത്രയും നോക്കിയതിന് ശേഷം നമുക്ക് അടുത്തത് പറയാം. ഇത്രയും വെച്ചിട്ട് തന്നെ നമുക്ക് കുറേ എക്സസൈസ് ചെയ്യാനുണ്ട്, അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. അതിനുശേഷം നമുക്ക് അടുത്തത് പറയാം കേട്ടോ. ഓക്കെ, താങ്ക് യു.